കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പലിന് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായി കാണും? പ്രാഥമിക കണക്കെടുപ്പിൽ 500 മുതൽ 600 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഫീഡർ കണ്ടെയ്നർ കപ്പലുകൾക്ക് നിലവിൽ 150 മുതൽ 200 കോടി രൂപ വരെയാണ് നിർമ്മാണ ചെലവ്. ഈ എൽസാ3 എന്ന കപ്പൽ 30 വർഷം പഴക്കമുള്ളതായതിനാൽ കപ്പലിന് 80 കോടി മുതൽ 90 കോടി രൂപ വരെയാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ 550 കണ്ടെയ്നറുകളിലെ ചരക്കുകൾക്കായി 400 കോടിയാണ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. ഇൻഷുറൻസ് ലഭിക്കുമെന്നതിനാൽ കപ്പലിനുള്ള തുക നഷ്ടമാകില്ല. പക്ഷേ ചരക്കുകളിൽ എല്ലാം ഇൻഷുർ ചെയ്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പുറംകടലിൽ നൈബീരിയൻ ചരക്ക് കപ്പൽ MSC എൽസ മുങ്ങിത്താഴ്ന്നതിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അന്വേഷണം തുടങ്ങി. കൊച്ചി മർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റിനാണ് അന്വേഷണ ചുമതല. കൊച്ചിയിലുള്ള കപ്പലിലെ ക്യാപ്റ്റൻ, ജോലിക്കാർ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കും. കൂടാതെ വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെയ്നറുകൾ ലോഡ് ചെയ്തവരുടെയും മൊഴിയെടുക്കും. വലിയ കപ്പലിൽ നിന്ന് ട്രാൻസിസ്റ്റ് ചെയ്തപ്പോൾ വീഴ്ച ഉണ്ടായോ എന്നും പരിശോധിക്കും.